ഇപ്പോൾ അന്യോന്യം പരിപാടിയിൽ ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരന് മുന്നിൽ ബിജു രമേശ് മനസ്സ് തുറക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക് നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ബിജു രമേശ്. നമസ്കാരം. വീണ്ടും ബാർ കോഴ വിവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ താങ്കൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വിസ്ഫോടനകരമായ ബാർ കോഴ വാർത്തകളൊന്നും മാധ്യമങ്ങളിൽ വരുന്നില്ല. ഒപ്പം തന്നെ ദേശീയ ഗെയിംസ് പോലുള്ള സംഭവ വികാസങ്ങളിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നു. ബാർ കോഴ വിവാദം അങ്ങ് അവസാനിക്കുകയാണ് എന്നൊരു പ്രതീതി ആളുകൾക്കിടയിൽ പരന്നു തുടങ്ങിയോ? എനിക്ക് ആ ഒരു പ്രതീക്ഷയില്ല. കാരണം നമ്മളിത് വിജിലൻസ് പലതും ചോരുന്നു, പലതും നമ്മുടെ കൈവിട്ട് പോകുന്നു എന്നുള്ള ഇത് തോന്നി തുടങ്ങിയ സമയത്ത് ദൈവം എന്ന് പറഞ്ഞ ശക്തി ഉണ്ടല്ലോ, അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും വരുന്നത്. എന്നെ ഇൻകം ടാക്സിൻ്റെ ഇൻ്റലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ വിങ് അവർ വിളിപ്പിക്കുന്നു. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ നിന്ന് കളക്ട് ചെയ്യുന്നു. അവർ സബ്സിക്വൻ്റായിട്ട് വിജിലൻസിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതിലേക്ക് ഉപരി സെൻട്രലിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ വിജിലൻസിൽ ഇത് മൂടിക്കെട്ടാൻ ശ്രമിച്ചാലും ഈ കേസ് പുറത്തു വരും. ജനങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരാൻ കഴിയും. എൻഫോഴ്സ്മെൻറ്റ് ഈ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി, സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കോടികളുടെ കച്ചവടം, ഈ ബഡ്ജറ്റ് കച്ചവടം തുടങ്ങിയുള്ള പല കച്ചവടങ്ങളും പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ശുഭാപ്തി വിശ്വാസം മനസ്സിൽ വന്നത്. ഈ വിജിലൻസിൻ്റെ മൊഴികൾ ചോരുന്നു, മൊഴികളുടെ അടിവരയിട്ട് ആൾക്കാർ സംസാരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൊഴികളെക്കുറിച്ച് പുറത്തു പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി, നമ്മുടെ ലോ മിനിസ്റ്ററായിട്ടുള്ള ശ്രീ മാണി സാർ പോലും മൊഴികൾ ആ CD എന്താണ്, CD ഞാൻ എന്താണെന്ന് വിജിലൻസുകാർ ആരെയും കേൾപ്പിച്ചില്ല. അതിനു മുമ്പ് തന്നെ മാണി സാറ് അത് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയ CD ആണെന്നും അതിൽ ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ കാര്യം ഉണ്ടാക്കിയ CD-യെക്കുറിച്ച് ആധികാരികമായി എങ്ങനെയാണ് ലോ മിനിസ്റ്റർ സംസാരിക്കുന്നത്? അത് ഞാൻ കൊടുത്ത CD ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇരുന്ന് കൂടി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ആലോചിക്കുന്ന ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പരിപൂർണമായിട്ട് അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയും മാണി സാർ പൈസ കൊടുത്തതും കൊണ്ടുപോയതുമായ അടങ്ങുന്ന വിവരങ്ങൾ അവർ ഓരോരുത്തരും പറയപ്പെടുന്നതാണ്. കാര്യം ഇവർ മൊഴി മാറ്റി പറയാനുള്ള സാധ്യത കണ്ടുകൊണ്ട്, ഒരാൾ മാറ്റി പറഞ്ഞത് കണ്ടുകൊണ്ട് അത് വിജിലൻസിൻ്റെ മുന്നിൽ വരുമ്പോഴത്തേക്കും കള്ളവ് പറയാതിരിക്കാൻ വേണ്ടി അവർക്ക് എന്താണ് ആക്ച്വലി നടന്നത് എന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്ത സാധനമാണ്. ഡോക്ടർ ബിജു രമേശ്, താങ്കളിപ്പോൾ ഏതാനും മിനിറ്റുകളെ സംസാരിച്ചുള്ളൂ എങ്കിൽ പോലും അതിൽ ഓരോ ഭാഗവും ഓരോ വാർത്തയാണ്. താങ്കളിപ്പോൾ പറയുന്നു കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക അന്വേഷണ വിഭാഗം, എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം തുടങ്ങിയതായും മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പ്, അതും കേന്ദ്രം നിയന്ത്രിക്കുന്നതാണ്. താങ്കളെ വിളിച്ചു തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കുന്നു. അവരും സമാന്തര അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ, താങ്കൾ എപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന വിജിലൻസ് അന്വേഷണത്തിന് സമാന്തരമായി കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ബാർ കോഴ വിവാദത്തിൽ. അത് താങ്കളെ ആത്മവിശ്വാസമുള്ളവനാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഇത് മൂടിപ്പോകുമോ എന്നൊരു സംശയം മനസ്സിൽ ഉദിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംശയം ഉദിക്കുന്ന സമയത്തായിരുന്നു, ഒന്നുകൂടി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു എനിക്ക് വിജിലൻസിൻ്റെ ഇൻകം ടാക്സിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇത് വരുന്നത്, സമൻസ് വരുന്നത്, ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ. കഴിഞ്ഞ ദിവസം താങ്കൾ അവർക്ക് മൊഴി കൊടുത്തു. വളരെ വിശദമായി മണിക്കൂറുകൾ സംസാരിച്ചു എന്നാണല്ലോ റിപ്പോർട്ട്. അതെ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ 9 മണിക്ക് അവിടെ ചെന്നാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പൂർണ്ണമായി പറയുകയും കംപ്ലീറ്റ് അവർ രേഖപ്പെടുത്തുകയും കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസും ആദായ നികുതി വിഭാഗവും സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസിയും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിശോധന ഏജൻസിയും നടത്തിയ മൊഴിയെടുക്കലുകൾ തമ്മിൽ വ്യത്യാസം തോന്നിയോ താങ്കൾക്ക്? ഈ ഇൻകം ടാക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊഴിയെടുക്കൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനുമുള്ള വ്യഗ്രതയോടുകൂടിയാണ് അവരെന്നോട് ചോദിച്ച് മനസ്സിലാക്കിയത്. താങ്കൾ അതിൽ തൃപ്തനാണോ? അവർ കാര്യം മറ്റത് നമ്മൾ അറിയാനുള്ള, നമ്മൾ പറയുന്നത് അവർ റെക്കോർഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നത്. അപ്പോൾ രണ്ടും വ്യത്യാസമാണ്. ഒന്ന്, നമ്മൾ പറയുന്നത് റെക്കോർഡ് എഴുതിയെടുക്കുന്നു. മറ്റേതല്ല, നമ്മൾ കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത സംശയങ്ങളോടുകൂടി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ച്. ഡോക്ടർ ബിജു, എന്താണ് അതിൻ്റെ ധ്വനി? വിജിലൻസ് ആരോപണ വിധേയരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, മറ്റവർ
അതിന് പിറകിലെ സത്യം കണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? അല്ല, അവർ കൂടുതൽ നമുക്ക് അറിയാനുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ ഇനി കൊടുക്കണം. ബാക്കിയുള്ള വേറെ എന്തെങ്കിലും ബാക്കി എവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അവരുടെ ബാക്കിയുള്ള ബിസിനസ് പരമായി ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ ഇനി സബ്സിക്വൻ്റായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ അവിടെ എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ആ കേസിലോട് താല്പര്യത്തോടു കൂടി രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ. ഒന്ന് താല്പര്യത്തോടു കൂടി ചെയ്യുന്നു, മറ്റേത് ഒരു ഈ പറയുന്നത് വെച്ച് അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ. അതിൽ ഏറ്റവും വലിയ ഇതാണ് മൊഴിയെടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സാക്ഷികളുടെ മൊഴിയെടുക്കുന്നു. ഞാൻ അവർ കൊടുത്തിട്ടുള്ള ഇത് കേട്ടിട്ട് പോലും അവർ പറയുന്നത് മാത്രം എഴുതിയെടുക്കുന്നു, അല്ലാതെ അവരെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ കൊടുത്തിട്ടുള്ള പൈസ കൊടുത്തിട്ടുള്ളവർ വന്നാൽ തന്നെ അവരെ പഠിപ്പിച്ച് നിയമപരമായി നിയമവകുപ്പ് മന്ത്രിയുടെ കീഴിൽ നന്നായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ശ്രീ ജോൺ കെല്ലാട്ട് മൊഴി കൊടുക്കാൻ വന്നത്. മൊഴിയിലെ പൊരുത്തക്കേടുകൾ പരസ്പരം ചൂണ്ടിക്കാണിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അവർ പറയുന്ന മൊഴികൾ എഴുതിയെടുക്കുന്നു, അവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നു. അങ്ങനെ പോയാൽ ഈ ലോകത്ത് ഏത് കേസാണ് തെളിയുക? ഇപ്പോൾ ഒരു വലിയൊരു ജുവലറി മോഷണം നടന്നു, കള്ളനെ നമുക്ക് കിട്ടി, കള്ളൻ മോട്ടിച്ചിട്ടില്ല എന്ന് ആദ്യം പറയുന്നതായിരിക്കും ഞാൻ മോട്ടിച്ചിട്ടില്ല എന്ന്. അവിടെ വെച്ച് നിർത്തുന്നൊരവസ്ഥയിലാണ് ഇപ്പം പോകുന്ന അവസ്ഥ. ഒരിക്കലും കേസ് തെളിയില്ല, തൊണ്ടി പിടിക്കാനും പറ്റത്തില്ല. ആദായ നികുതി വകുപ്പിനോട് താങ്കൾ ദീർഘമായി സംസാരിച്ചു. അത് മുഴുവൻ ഇപ്പോൾ വെളിപ്പെടുത്താൻ പറയുന്നത് സാധ്യമല്ല. പക്ഷേ താങ്കൾ തൃപ്തിയോടെ കൊടുത്ത ആ മൊഴിയിൽ കാര്യമായ എന്തെങ്കിലും പുരോഗതി ഈ കേസിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മൊഴി കൊടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞുവോ? ആദായ നികുതി പ്രധാനമായിട്ടും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയും കോടികളുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഈ സാധനം വന്ന് ഈ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ സ്ഥലമായോ പ്രോപ്പർട്ടിയായോ ഇൻവെസ്റ്റ്മെൻറ്റായോ അതിനെക്കുറിച്ചാണ് ആദായ നികുതി കൂടുതലായി സെർച്ച് ചെയ്ത് പോകുന്നത്. അവർക്ക് കുറേ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അവർ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം അവർക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒരാളുടെ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡെപ്ത്, ആ ഡെപ്തിലാണ് അവർ കാര്യങ്ങൾ ചോദിക്കുന്നത്. താങ്കൾ സൂചിപ്പിക്കുന്നത് താങ്കളുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുവെന്ന് താങ്കൾ ആരോപിക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സമാഹരിച്ച് വെച്ചിട്ടാണ് താങ്കളോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞ അഴിമതിക്ക് ഉപരി ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അവർക്ക് കുറച്ചുകൂടെ നമ്മളെക്കാളും കൂടുതൽ സ്റ്റഡീഡ് ആണ് എന്ന് എനിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സംസാരങ്ങളിൽ നിന്ന് എനിക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ പ്രചരിക്കുന്ന വാർത്തകൾ പലതും സൂചിപ്പിക്കുന്നത് 10ഓളം മന്ത്രിമാരുടെ സാമ്പത്തിക ഇടപാടുകൾ ആദായ നികുതി വകുപ്പിൻ്റെ നിരീക്ഷണത്തിൻ്റെ വലയ്ക്കുള്ളിലാണ്. ഈ മന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുന്നിടത്തേക്ക് കേന്ദ്ര സർക്കാർ നയിക്കുന്ന ഈ ആദായ നികുതി വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ചില സൂചനകൾ പലയിടത്തു നിന്നും കിട്ടുന്നുണ്ട്. അത് സത്യമാകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഞാൻ ബിസിനസ്സിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഫാമിലി തന്നെ ബിസിനസ് ഫാമിലിയാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് അച്ഛനുമായി എല്ലാ കാര്യങ്ങളും അവിടെ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായി ബിസിനസ് തുടങ്ങി ഇത്രയും 10-30 വർഷമായി ഞാൻ ബിസിനസ് ഫീൽഡിലേക്ക് നിൽക്കുന്നു. ഇത്ര മോശമായ, ഇത്ര അഴിമതി, ഇത്ര കറപ്റ്റഡായിട്ടുള്ള ഒരു ഭരണം, ഞാൻ കോൺഗ്രസിന് വിരുദ്ധനൊന്നുമല്ല, പക്ഷേ ഇത്രയും കറപ്ഷൻ, ഇത്രയും അഴിമതി, ഏത് സാധനവും കച്ചവടമാക്കുന്ന, സെക്രട്ടേറിയറ്റ് വില പറഞ്ഞാൽ കോടികൾ കൊടുക്കാൻ തുടങ്ങിയാൽ അതിനൊരു ന്യായം കണ്ടെത്തി അതിനെ ചിരിച്ചുകൊണ്ട് അത് എഴുതി കൊടുക്കാൻ പ്രാപ്തിയുള്ള മന്ത്രിമാരാണ് ഇന്നത്തെ മന്ത്രിസഭയിലെന്ന് പറയുന്നതിൽ പറയാതിരിക്കാൻ വഴിയില്ല. അത്രമാത്രം ജനങ്ങളെ ദ്രോഹം ചെയ്യുന്ന, ഈ രാജ്യത്തിൻ്റെ വളർച്ച തന്നെ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. ഈ 5 വർഷമായിട്ട് ബഹുദൂരം എന്നൊക്കെ പറയുന്നതല്ല, എന്തെങ്കിലും നമ്മൾ ഈ കുറേ ചെയ്യുന്നതിലുപരി ഇനിയും കടം മേടിച്ചവർ ചെയ്യുന്നത് അല്ല, സംസ്ഥാനത്തിൻ്റെ റവന്യൂ അല്ല ഇൻവെസ്റ്റ് എടുത്തല്ല ചെയ്യുന്നത്. അതിന് പകരം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പോലും ഓരോ അദ്ദേഹം പ്രത്യേകിച്ച് പറയും, ഞാൻ ഒരു വ്യക്തിക്ക് സഹായം ചെയ്തിട്ടില്ല എന്ന്. ബഡ്ജറ്റ് അവതരിപ്പിക്കുക ഒരു വ്യക്തിക്കല്ല ചെയ്യുന്ന, വ്യക്തിയുടെ നിന്ന് വാങ്ങുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതേസമയം ഒരു സംഘടനയിൽ നിന്ന് വാങ്ങുമ്പോൾ, ഇപ്പോൾ സ്വർണ്ണക്കട ഒരു സേവനത്തുറയിൽ നിന്നാണ് വാങ്ങുന്ന, ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ നിന്ന് മേടിച്ചാൽ അത് മേടിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. മൊത്തം സ്വർണ്ണക്കടക്കാരുടെ അസോസിയേഷൻ റെപ്രസെൻറ്റേറ്റീവ് വാങ്ങിച്ചാൽ 20-30 കോടി രൂപ വാങ്ങിക്കാം. കോഴപിരിവിന് ഒരു പുതിയ സമ്പ്രദായം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അസോസിയേഷൻ. അപ്പോൾ 2-3 പേരെ ഡീൽ ചെയ്താൽ മതി, മറ്റേ മൊത്തം കടക്കാരെ വിളിച്ച് വരുത്തി ഡീൽ ചെയ്യണ്ടേ? എല്ലാ ഡീലിങ്സും നടത്തിയിരിക്കുന്നതാണ്. അത് അവർക്ക് 20 കോടി രൂപ നമ്മൾ മന്ത്രി മേടിക്കുമ്പോൾ ചെയ്യുന്ന സംസ്ഥാന ഖജനാവിലേക്ക് വരുന്ന 200-250 കോടി രൂപയുടെ ടാക്സാണ് നമ്മൾ കുറച്ചു കൊടുക്കുന്നത്. താങ്കളിപ്പോൾ പറയുന്നത്, നേരത്തെ പറഞ്ഞ ആ കാര്യം, ബജറ്റിൻ്റെ വിൽപ്പന, ബജറ്റിൻ്റെ ഇനങ്ങൾ, നികുതി നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ അത് ബാധിക്കുന്നവരെ അറിയിച്ച്
കൈക്കൂലി വാങ്ങി അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന ഇത് കൈക്കൂലിയാണ് ചെയ്യുന്നത്. ബഡ്ജറ്റിനെ എടുത്ത് വെച്ചിട്ട് അതിന്റെ കുറെ ഭാഗം അങ്ങ് വിൽക്കുക. 2000-2500 ഈ തരത്തിൽ തന്നെ ആദായ നികുതി വകുപ്പുകാരെ അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇത് ഇവിടെ വിൽക്കുന്നതാണ്. 2500 കോടി രൂപ നമുക്ക് റവന്യൂ ലോസ് വരുമ്പോൾ ഏകദേശം 200-250 കോടി രൂപ ഇവരുടെ പോക്കറ്റുകളിലേക്ക് പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണോ ആദായ നികുതി വകുപ്പിൽ നിന്ന് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ടാണ് ഇരിക്കുമല്ലോ അവർ ഇതിന്റെ സ്രോതസ്, ഈ സാമ്പത്തിക സ്രോതസ് എവിടെയൊക്കെയാണ് ഇവർ ഈ വന്ന ഫണ്ട്സ് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, അതിലേക്ക് പോകുന്നു. ചിലപ്പോൾ അവരുടെ ബെനാമി ട്രാൻസാക്ഷൻ അവസാനം എവിടെ എത്തിയെന്നാണ് അവരുടെ അന്വേഷണത്തിൽ എത്തി നിൽക്കുക. ഇല്ല, അവരുടെ തുടക്കമല്ലേ ആയിട്ടുള്ളൂ. അവർ കുറേ ഏകദേശം അന്വേഷണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഈ കൈക്കൂലി പണം അല്ലെങ്കിൽ പിടിച്ചെടുത്ത പണം താങ്കൾ പറഞ്ഞതുപോലെ അത് എവിടെ എത്തി നിൽക്കുന്നു, ആരുടെ കയ്യിലാണ് അവസാനം എത്തിച്ചേർന്നത് എന്നതുവരെ അവരുടെ അന്വേഷണം പോകും. തീർച്ചയായിട്ടും പോകും. മക്കളിലാവാം, മരുമക്കളിലാവാം, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിലാവാം, ബെനാമി ഇടപാടുകളിലാവാം. പല സ്ഥലങ്ങളും ബെനാമി ഇടപാടുകൾ മേടിച്ചിട്ടുള്ളതായിട്ട് കുറേ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ബാക്കിയും കൂടെ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നാലാവുന്ന കളക്ട് ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ് കളക്ട് ചെയ്ത് കൊടുക്കും. കാര്യം ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഇങ്ങനെ ഈ രാഷ്ട്രീയ പിരിവുകളൊക്കെ സാറിന് നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി, പാർട്ടി ഫണ്ടിലേക്ക്. പക്ഷേ താങ്കൾക്ക് അതിന് കഴിയുമോ? താങ്കളുടെ അസോസിയേഷൻ ഫലത്തിൽ താങ്കൾ അതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നുവെങ്കിൽ പോലും താങ്കളെ കൈവിട്ടിരിക്കുന്ന സ്ഥിതി, താങ്കൾ എണ്ണി പറഞ്ഞ കൂട്ടുസാക്ഷികൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട ആളുകൾ മുഴുവൻ പ്രായോഗികമായി കൃത്യമായി നിയമപരമായി മൊഴി കൊടുക്കുമ്പോൾ താങ്കളെ കൈവിട്ടു പോകുന്ന സ്ഥിതി, താങ്കൾ ഒറ്റപ്പെടുന്ന സ്ഥിതി, താങ്കളുടേത് ഒറ്റയാൾ പോരാട്ടവും പരാജയപ്പെടുന്ന പോരാട്ടവുമായി അവസാനിക്കുന്ന സ്ഥിതി, അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പരാജയപ്പെടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് അത് തിരുത്തണം. ഞാൻ പരാജയപ്പെടില്ല. ഇത് സത്യം എന്നും സ്വന്തം വിശ്വാസമാണ്. തീർച്ചയായും സത്യം എന്നും വിജയിക്കും. സമയമെടുത്താൽ പോലും സത്യത്തിന് വിജയത്തിന് സമയമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലേ തൽക്കാലം? ഇല്ല, എൻ്റെ കൂടെ 1 ലക്ഷക്കണക്കിന് ജനമുണ്ട്. ഒന്ന് ജനങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് എടുത്ത് നോക്കി. ജനത്തിന് തെളിവ് കൊടുക്കാൻ പറ്റും. അല്ല, ജനത്തിന് എൻ്റെ സപ്പോർട്ട് ജനമാണ്. ഒന്ന് പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ജനം എത്ര പേരാണ് വന്ന് ഒരു പരിചയമില്ലാത്ത ജനങ്ങൾ എത്ര പേരാണ് എന്ന് പറയുന്ന ഒരു കാരണവശാലും പിന്മാറരുത്. ഇതിൻ്റെ സത്യം പുറത്തുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ റോഡിൽ നിന്നാൽ പോലും എനിക്ക് സേഫ് ജനം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു നല്ലൊരു കാര്യത്തിനാണ്. അല്ല, എനിക്ക് ആ സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിൽ, എനിക്ക് സ്വാർത്ഥ താല്പര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബാർ ഉടമകളുടെ കൂടെ നിന്ന് അവരെ പോലെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഈ കച്ചവടത്തിന് കൂട്ടുന്നതിനെ. ഇപ്പോൾ നമ്മുടെ പ്രസിഡൻ്റായാൽ പോലും പ്രസിഡന്റ് ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങളുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറുകൾ ബാക്കിയുള്ളതൊക്കെ തുറന്നെടുക്കണം. ഇപ്പോൾ ബിയർ കിട്ടി, ബാക്കി കൂടെ തുറന്നെടുക്കണം. അതിനുവേണ്ടി അവർ തുറന്നു കൊടുക്കാമെന്ന് പറയുന്നു. കേസ് വരുമ്പോൾ സഹായിക്കാമെന്ന് പറയുന്നു. കേസിൽ ചെയ്ത് ഇപ്പം അങ്ങനെ തന്നെ സംഭവിക്കും. ഇപ്പോൾ 10 സുപ്രീം കോടതി പോയത്, ഹൈക്കോടതി പറഞ്ഞു, അവിടെ തന്നെ ഡിവിഷണൽ ബെഞ്ച് വെറുതെ പേരിനൊരെണ്ണം കൊടുത്തു, കണ്ടംപ്റ്റാക്കി. കണ്ടംപ്റ്റിന് അതിന് ബാക്കി അവിടെ ഫേസ് ചെയ്യുന്നതിന് പകരം നേരെ സുപ്രീം കോടതിയിൽ വെറുതെ ഒരു കേസ് കൊണ്ട് കൊടുത്തു. സുപ്രീം കോടതി തട്ടും മേടിച്ച് കൊണ്ടുവന്നു. അയ്യോ, സുപ്രീം കോടതി പറഞ്ഞു ഇനി അപ്പീലില്ലല്ലോ, അതുകൊണ്ടുവന്ന് ആ 10 തുറന്നു. അപ്പോൾ ഇതേ അവസ്ഥയിൽ കാര്യങ്ങൾ മൊത്തം കൊണ്ടുവന്ന് എത്തിക്കാനാണ് അവർ, അതിൻ്റെ ട്രയലാണ് ഈ 10 വിട്ടത്. അപ്പോൾ ഇതുപോലുള്ള ട്രയലുകൾ എറർ ഇല്ലാതെ പോയിട്ട് തിരിച്ചു വരും. അതാണ് ഇവരെല്ലാം ആ ഇവരുടെ മാത്രം ബിസിനസ്, അതിനുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ. പിന്നെ ഇവർ ബാക്കിയുള്ളവരെ ഈ മന്ത്രിമാരെയൊക്കെ ഭയക്കുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആദായ നികുതി വകുപ്പ് നടത്തുന്ന ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണമാണ്. എൻഫോഴ്സ്മെന്റ് നടത്താൻ തുടങ്ങി എന്ന് തന്നെ ഇപ്പോൾ കേൾക്കുന്ന ആ അന്വേഷണത്തെക്കുറിച്ച് താങ്കൾക്കുള്ള വിവരം എന്താണ്? എൻഫോഴ്സ്മെന്റ് വിജിലൻസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു എന്ന് എനിക്ക് കിട്ടിയത്. അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് കയറി എടുക്കുമെങ്കിൽ കേസ് വിജിലൻസ് പോലെയല്ല, അവർക്ക് കേസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കറപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് കറപ്ഷനെതിരെയാണ് എൻഫോഴ്സ്മെൻറ്റ് പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അന്വേഷണ സംവിധാനം കൂടിയാണ്. അത് കുറേ കൂടി മറ്റേ വിജിലൻസിനെ, ഇൻകം ടാക്സിനെ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കേസെടുക്കുകയും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും പോകുന്നത് അത് വേറൊരു ഇതാണ്. നമ്മുടെ ഈ പണത്തിൻ്റെ സോഴ്സ് കാര്യങ്ങൾ ഇത് വരുമ്പോഴത്തേക്കും അത് അഴിമതിയിലേക്ക് ഒരു പരിധിവരെ അഴിമതി വകുപ്പിൻ്റെ ഇതിൽ വരില്ല. അതേസമയത്ത് എൻഫോഴ്സ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, കേസെടുത്ത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ഉറക്കങ്ങൾ പോവും. ഈ പലരുടെയും ബോഡി ലാംഗ്വേജ് തന്നെ മാറി തുടങ്ങും. ഇവരുടെയൊക്കെ ഈ സമ്മർദ്ദതന്ത്രങ്ങളിലൊന്നും ഇവരെ കറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഈ വിളിച്ചുകൊണ്ട് പോയി ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്യേണ്ട മെത്തേഡിൽ ചോദ്യം ചെയ്യും. ജോൺ കല്ലാട്ടല്ല, ഉണ്ണിയല്ല, എല്ലാവരും രാജ്കുമാറൊക്കെ സത്യമായി ചോദിക്കുന്നതിന് മുമ്പേ പറയും. കാര്യം അവർക്കറിയാം അവരുടെ മെത്തേഡ് മാറിക്കഴിഞ്ഞാൽ അവർ അടുത്ത സാങ്കേതിക വിദ്യകളിലേക്ക് അവർ ചോദ്യം ചെയ്യുന്ന വിധങ്ങളിലേക്ക് മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും ധൈര്യമില്ല എന്നുള്ള വസ്തുത ആദ്യം മനസ്സിലാക്കണം. യാതൊരു ധൈര്യമുള്ള ആൾക്കാരല്ല അവരാരും. ഈ ഉണ്ണി ആയിക്കോട്ടെ, ഈ ജോൺ കല്ലാട്ടൊക്കെ അദ്ദേഹം പള്ളിയിൽ അച്ഛനായിരുന്ന ആളാണ്.
അപ്പോൾ ഒക്കെ വളരെ സാത്വികനായിട്ടുള്ള മനുഷ്യനാണ്. പെട്ടെന്ന് അവർ ചോദിച്ചു, അവരൊക്കെ പഠിപ്പിച്ചു വിട്ടത് വന്ന് ആദ്യം അങ്ങ് പ്രസംഗിക്കുമ്പോൾ അങ്ങ് പറഞ്ഞു. രണ്ടാമത് ഒന്നുകൂടെ ചോദിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ജോൺ കെല്ലാട്ട് സത്യം പറയുമായിരുന്നു. പക്ഷേ രണ്ടാമതൊരു ചോദ്യം, മറുത്തൊരു ചോദ്യം വന്നില്ല എന്നുള്ള വസ്തുതയാണ്. അത് ഉദ്യോഗസ്ഥർക്ക് നല്ല പ്രഷറുണ്ട്, ഇവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള രീതിയിൽ വളരെയേറെ ആദ്യത്തെ തന്നെ സമയമെടുത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് തന്നെ അവർക്കെതിരെ മുകളിൽ നിന്നും വളരെ ശാസന രൂപത്തിൽ വന്നായിരുന്നു എന്നാണ് കേട്ടത്. താങ്കളിപ്പോൾ പുതിയൊരു കാര്യമാണ് പറഞ്ഞത്. ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ ദീർഘമായി മൊഴിയെടുത്തതിന്റെ പേരിൽ അവരെ മുകളിൽ നിന്ന് ശാസിച്ചു. മുകളിൽ നിന്ന് എത്രമാത്രം മുകളിൽ നിന്ന്? ഏറ്റവും മന്ത്രി തലത്തിൽ നിന്നും അത് അവർക്ക് മന്ത്രി തലത്തിൽ നിന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ശാസന കിട്ടി. താങ്കൾ ഇത് ആധികാരികമായി പറയുകയാണോ? ആധികാരികമായി താങ്കൾ കേട്ടുകേൾവികൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾ എന്നാണ് ആരോപണം താങ്കൾക്ക് നിലവില്ല. ഞാൻ ചോദിക്കുകയും ചെയ്തു, സാറ് വന്നിട്ട് സാറ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ വിജിലൻസ് എസ്.പിയോട് തന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു അത് അവരെ വിളിച്ച് ഞാൻ ഒരു ബുദ്ധിമുട്ടിക്കലും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് അവർ പോയി വന്നതേ 11:30 വന്നിട്ട് അവരെ 7 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് മൊഴി ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് താങ്കളോട് ഇത് വെളിപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്, അശ്വമുഖത്തിൽ നിന്ന് തന്നെയാണ് താങ്കൾക്ക് ഈ വിവരം കിട്ടിയത്. നേരിട്ട് പരസ്യമായിട്ട് പറയുകയാണ്. ജനങ്ങൾ അറിയട്ടെ എന്നാണ്. അറിയട്ടെ. കാര്യം അവർക്ക് ഈ ഉദ്യോഗസ്ഥനും നിയന്ത്രണങ്ങളുണ്ട്. ഒരു മോൾ തട്ടുകളിൽ നിന്ന് മന്ത്രിയോട് അടക്കമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ അതിന് ഭയപ്പെടുന്ന ഒരവസ്ഥയാണ്. കാര്യം അവരുടെ ജോലി, അവരാ ജോലി കൊണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട്, അവരതുകൊണ്ടാണ് അവരുടെ ജീവിത മാർഗ്ഗമാണ് ജോലി. അപ്പോൾ അവരുടെ ജോലിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും മോളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ കൂടുതൽ സമ്മർദ്ദം വരുമ്പോൾ അവർ കൂടുതൽ നോർമലാവേ ഞാൻ എന്തിനായി പുലിവാല് പിടിക്കുന്നതെന്നുള്ള അവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥരെ കൊണ്ട് സമ്മർദ്ദം. ഇത് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്ന അന്വേഷണം, അതിന് കീഴിൽ നടക്കുന്ന അന്വേഷണം ആകെ അധാർമികമാണ്, ശരിയായ രീതിയിലല്ല പോകുന്നത്. കേന്ദ്ര നേതൃത്വം തുടങ്ങി വെച്ചിരിക്കുന്ന നാമമാത്രമായ അന്വേഷണം പോലും താങ്കളെ പ്രതീക്ഷാ നിർഭരം ആയ ഒരു സ്ഥിതിയിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് വായിക്കപ്പെടുക കോൺഗ്രസിനെതിരെ BJP സർക്കാർ ഈ കാര്യം വളരെ ഗൗരവത്തോടെ ശ്രദ്ധയിൽ എടുത്തിരിക്കുന്നു എന്നാണ്. അങ്ങനെ മനസ്സിലാക്കട്ടെ. അഴിമതി ഇത്രയും ഇതിപ്പോൾ നമ്മുടെ ഈ അഴിമതിയെക്കുറിച്ച് സ്റ്റേറ്റിൽ മാത്രമല്ല കാണുന്നത്, നാഷണൽ ചാനലുകളിൽ പോലും ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഈ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് നടക്കുന്ന കാണുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റാണ് സുപ്രീം കോടതി ജഡ്ജ് പോലും വളരെ നെഗറ്റീവായിട്ടൊരു കമൻറ്റ് പാസ്സാക്കിയത്. ഞങ്ങൾ കൂടുതലായിട്ട് കടക്കുന്നില്ല, അവിടെ നടക്കുന്ന എന്തൊക്കെയാണ് നമ്മളവിടെ സ്റ്റേറ്റിൽ നടക്കുന്നതെന്നുള്ള അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ മൊത്തത്തിൽ ആൾക്കാരുടെ ഇടയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യ മൊത്തം ഉള്ള ആൾക്കാരുടെ ഇടയിൽ ഇവിടെ വളരെ ഈ കറപ്ഷൻ്റെ ഏകദേശ രൂപങ്ങൾ ജനങ്ങളുടെ മനസ്സിലും അവിടെയുള്ള ആൾക്കാരുടെ മനസ്സിലും ലഭിച്ചിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് വരുന്നത്, ഇതിനകത്ത് ഈ വിജിലൻസിൻ്റെത് മോശമാവും എന്നുള്ള സ്ഥിതിവിശേഷം വന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് എന്നോട് പ്രതിപക്ഷ നേതാവിനെ കാണുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്നോട് രണ്ട് പ്രാവശ്യം സൂചിപ്പിച്ചായിരുന്നു. ഒന്ന് സമയമുള്ളപ്പോൾ ഒന്ന് കാണാത്തതെന്ന്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം എനിക്ക് ഞാൻ ഉറച്ചു നിൽക്കുമെങ്കിൽ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാവും എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ആരും ഉറച്ചു നിൽക്കുന്ന എന്ന് വെച്ചാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പലരും കീഴ്പ്പെടുന്നത് കൊണ്ടും പലരും പല നേട്ടങ്ങൾക്ക് വേണ്ടി വഴങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ഇനി ഞാനും എന്തെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫറുകൾക്കോ നേട്ടങ്ങൾക്കോ ഞാൻ വഴങ്ങുമോ എന്നുള്ള ധാരണ കൊണ്ടാണ് അത് അണ്ടർലൈൻ ചെയ്തിട്ട് പറഞ്ഞത്. ബിജു ഉറച്ചു നിൽക്കുമെങ്കിൽ ഞങ്ങൾ പരിപൂർണ്ണ പിന്തുണ കൊടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ പിന്നെയും എന്നോട് ഇപ്പോൾ രാവിലെ അദ്ദേഹമായിട്ട് സെക്രട്ടറിയേറ്റ് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞു, ഇന്ന് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിക്കൂടെ. ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. വൈകുന്നേരം സമയം 6 മണിക്ക് എനിക്ക് സമയം തന്നു. ഞാൻ പോയി പ്രതിപക്ഷ നേതാവിന് VS അച്യുതാനന്ദൻ അവരുകളെ കണ്ടത്. അന്യോന്യം പരിപാടിയിൽ ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരന് മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു ബിജു രമേശ്.